ഹലോ ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു ആഴ്ചയ്ക്ക് മുന്നേ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റഡി പ്ലാൻ തരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിലവിലിപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ ഉപയോഗിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് അഗ്നി ബാച്ചിലെ കുട്ടികൾക്കാണ്, അല്ലെങ്കിൽ അഗ്നി ബാച്ചിൽ പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, പ്രീമിയം ബാച്ചായ അസ്ത്രയ്ക്ക് നമ്മൾ വേറൊരു സ്റ്റഡി പ്ലാന് തരുന്നതായിരിക്കും. ഓക്കെ, ഇത് 30 ദിവസത്തെ സ്റ്റഡി പ്ലാനാണേ. ഓക്കെ, അതിൽ പറഞ്ഞിട്ടുണ്ട് 30 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ്. ഈ 30 ദിവസം ഇതേ കണ്ടന്റ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഇതേ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ ഏകദേശം 30 ദിവസം കഴിയുമ്പോൾ 80% ടോപ്പിക്ക് കവറായി തീരും. ഓക്കെ, അപ്പോൾ ഇത് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ നമ്മൾ ഡേ 1 ഡേ 2 അങ്ങനെ നമ്മൾ 30 ദിവസത്തേതാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിലാദ്യം ഇന്ത്യൻ റിവേഴ്സ്, സോളാർ സിസ്റ്റം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഓക്കെ, അപ്പോൾ ഈ ഒരു ദിവസം 3 ടോപ്പിക്ക് വച്ചിട്ടാണ് പഠിക്കാവുന്നത്. ഓക്കെ, 3 ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ വീഡിയോ ക്ലാസ് യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. രണ്ടാമത് ഈ ടെലഗ്രാം ചാനൽ ഈ പറയുന്ന 3 ടോപ്പിക്കിൽ നിന്ന്, ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ റിവേഴ്സിൽ നിങ്ങൾക്ക് ഡേ 1 ചിലപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് വരും, ക്ലാസ് വരും. ഓക്കെ, ഇന്ത്യൻ റിവേഴ്സുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ക്ലാസ് യൂട്യൂബിലായിരിക്കും വരിക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രാത്രി 8:30 അല്ലെങ്കിൽ 9 മണിക്ക് നമ്മുടെ അഗ്നി ബാച്ചിൽ ഒരു വോയിസ് ക്ലാസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ക്ലാസ് ആയിരിക്കാം, ചിലപ്പോൾ അത് സോളാർ സിസ്റ്റത്തിൻ്റെ ക്ലാസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും, വോയിസ് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിനുശേഷം അതിൻ്റെ PDF ഗ്രൂപ്പിനകത്ത് വരുന്നതായിരിക്കും. പിന്നീട് PDF മാത്രമായിട്ട് ഒരു ടോപ്പിക്ക് വരും. ഓക്കെ, അങ്ങനെ 3 കണ്ടൻറ്റുകളായിരിക്കും ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ 30 ദിവസത്തെ ടോപ്പിക്ക് അല്ലെങ്കിൽ 30 ദിവസത്തെ സ്റ്റഡി പ്ലാന് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മാത്സ് ഉണ്ട്, പിന്നെ അതുപോലെ GK ഉണ്ട്, പിന്നെ അതുപോലെ റീസണിങ്ങും ഉണ്ട്. അങ്ങനെ 3 സംഭവങ്ങൾ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം ഇപ്പോൾ ഏകദേശം നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ വരുന്നത് സിലബസിനകത്ത് ഏകദേശം 35 മാർക്ക് മാത്സ്, 35 മാർക്ക് റീസണിങ്, പിന്നെ അതുപോലെ 50 മാർക്ക് GK, ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ഏകദേശം നമുക്ക് 120 മാർക്കിനാണ് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, 120ഓളം മാർക്കിനായിരിക്കും ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഭവമാണ്, നമുക്ക് കട്ട് ഓഫ് 90, 95 വരുന്നല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ പഠിക്കും, പിന്നെ എങ്ങനെയാടാ മോട്ടെ നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ 95 മാർക്കൊക്കെ വാങ്ങിച്ച കേരളത്തിലെ പിള്ളേർക്ക് കിട്ടുമോ? ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ പരീക്ഷ ക്രാക്ക് ചെയ്ത് എടുത്ത ആൾക്കാരുണ്ട്. ഓക്കെ, ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സൊക്കെ നോക്കിയപ്പോൾ അതിനകത്ത് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുണ്ട്. അതായത് ലിസ്റ്റിൽ ഇനി ജോലി കിട്ടാൻ കുറച്ച് പേരുണ്ട് ലിസ്റ്റിനകത്ത്. അപ്പോൾ അവർക്ക് ഇതിനകത്ത് ഉൾപ്പെടാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്കും പറ്റും, ഇനി പഠിക്കുന്ന ആൾക്കാർക്കും പറ്റും. ഓക്കെ, കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പിള്ളേർക്ക് പരീക്ഷ എഴുതി ക്രാക്ക് ചെയ്ത് പോയിട്ടുണ്ട്, ഇനിയും പോകാൻ ആൾക്കാരുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇനി അടുത്ത ലിസ്റ്റിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ ലിസ്റ്റ് വരുന്നത് വരെ സമയമുണ്ട്, അതിനകത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിപാടി റെഡി ആവും. ഓക്കെ, ശരി. അപ്പോൾ പിന്നീട് SSC GD റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്, റിസൾട്ട് എന്ന് വരുമെന്ന്. റിസൾട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസം ആദ്യമൊക്കെ ആകുമ്പോൾ വരുമായിരിക്കാം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ ഇപ്പോൾ നമ്മൾ
ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ചിട്ട് വരുന്ന മൺഡേ തൊട്ട് ക്ലാസ്സുകൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരിക്കും തിങ്കളാഴ്ച. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ആയിരിക്കും നമ്മൾ ഇനി അടുത്ത് പ്രീമിയം ബാച്ചിൻ്റെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ഇനിയിപ്പോൾ. അത് ഒരു 2 ദിവസത്തിനകത്താകുമ്പോൾ തിങ്കളാഴ്ചക്കകത്ത് നിങ്ങൾക്കും ഒരു സ്റ്റഡി പ്ലാന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഈ നമ്മളിതിപ്പോൾ ഡേറ്റ് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ എന്ന് കാണുന്നു അന്ന് തൊട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഈ വരുന്ന തിങ്കളാഴ്ച തൊട്ട് നമ്മൾ ഇതേ സ്റ്റഡി പ്ലാന് ഫോക്കസ് ചെയ്തിട്ട് ക്ലാസ്സും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഉപയോഗിച്ച് ഗ്രൂപ്പിനകത്തോട്ട് കയറുക. പിന്നെ ഈ സ്റ്റഡി പ്ലാന് ഇന്ന് വൈകിട്ടോടെ എല്ലാ ഗ്രൂപ്പുകളിലും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനാണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു എല്ലാവരും ബൈ ബൈ.